അമേരിക്കയിൽ ട്രംപ് അനുകൂലികൾ നടത്തിയ കലാപത്തെ വിമർശിക്കുന്നു എല്ലാവരും. പക്ഷേ അവിടുത്തെ ജനവിരുദ്ധത കൂടിയ അളവിൽ ഇവിടെയുമില്ലേ? കർഷക സമരത്തെ തോൽപ്പിക്കാൻ സർക്കാരിനൊപ്പം വടക്കൻ മാധ്യമങ്ങളും. കായിക ലോകം വംശീയതയ്ക്കെതിരെ. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. നുണ പറയുക, സത്യസന്ധത ഇല്ലാതിരിക്കുക, വിദ്വേഷ പ്രചാരണം ശീലമാക്കുക, വിവരക്കേട്, ഇതൊന്നും ജനാധിപത്യത്തിൽ അധികാരത്തിലെത്താൻ തടസ്സമല്ല എന്ന് ഡൊണാൾഡ് ട്രംപ് തെളിയിച്ചു. ഇപ്പറഞ്ഞ യോഗ്യതകളുടെ അവസാന പ്രകടനമായിരുന്നു US പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റൽ ഹില്ലിൽ ജനുവരി 6-ന് കണ്ടത്. ജനക്കൂട്ടത്തെ ഇളക്കിവിട്ട ശേഷം ട്രംപ് മാറി നിന്നു. ജനം ക്യാപിറ്റലിൽ ഇരച്ചു കയറി. January 6th, the US Capitol was breached by a pro-Trump mob, hoping to stop the certification of the 2020 election. Hours of chaos ensued. By the end of the day, 4 people were dead. Videos captured by journalists and bystanders show how it happened. ട്രംപിന്റെ എതിരാളി ജോ ബൈഡനെ പ്രസിഡന്റായി അംഗീകരിക്കുന്ന ചടങ്ങിനായിരുന്നു പാർലമെന്റ് സംയുക്ത യോഗം ചേർന്നത്. അതേ സമയത്ത് കുറച്ചപ്പുറത്ത് ട്രംപ് തന്റെ അനുയായികളുടെ യോഗം വിളിച്ചുകൂട്ടിയിരുന്നു. President Donald Trump is on stage holding a rally outside the White House after days of encouraging his followers to be in Washington on January 6th. But we're going to try and give our Republicans the kind of pride and boldness that they need to take back our country. Footage shows Trump supporters gathering outside the Capitol building to protest the election results. കലാപത്തിന് ഇളക്കിവിടുന്ന വാക്കുകൾ. അനുയായികൾ ഇളകി, കലാപം അഴിച്ചുവിട്ടു. Video shows rioters breaking down barriers outside the US Capitol. Hold them this way! Hold them! On the Senate floor, footage shows Senator James Lankford giving a speech when the senators are told the mob is inside the Capitol. Boss, protesters are in the building. Thank you. പാർലമെന്റ് ആക്രമണം, ആൾക്കൂട്ട ഭീകരത. Around the same time, Capitol Police asked for additional law enforcement assistance. As video shows rioters smashing the windows of the Capitol and pushing past police to enter the building. They roam Statuary Hall. I've never been in this house. How about you? No, you own it. Gain access to the Senate floor, and some even gain entry into House Speaker Nancy Pelosi's office. 4 പേർ സംഭവസ്ഥലത്ത് മരിച്ചു. ബൈഡൻ ഇതിനെ ദേശദ്രോഹത്തോളം എത്തുന്ന അരാജകത്വമെന്ന് വിളിച്ചു. ട്രംപ് എല്ലാവരോടും വീട്ടിൽ പോകാൻ ട്വിറ്ററിലൂടെ ആഹ്വാനം ചെയ്തു. This is not dissent. It's disorder. It's chaos. It borders on sedition. And it must end now. Minutes after Biden's speech, Trump tweets a video telling the rioters to go home. But you have to go home now. We have to have peace. As the 6 p.m. curfew inches closer, rioters are pushed out of the area. They have been shouting, "Move back!" At 6:27 p.m., congressional leaders announced they will proceed with counting. അമേരിക്ക അങ്ങനെ ആഭ്യന്തര കലാപത്തിന്റെ രുചി ഒരിക്കൽ കൂടി അറിഞ്ഞു. ആൾക്കൂട്ട ജനാധിപത്യത്തിന്റെ ഭീകരത അവിടെയും. വലത് തീവ്രവാദത്തിന്റെ വെള്ള വംശീയതയുടെ അടയാളങ്ങൾ പേറിയ ജനക്കൂട്ടം. കൂട്ടത്തിൽ ഇസ്രായേലിന്റെയും ഇന്ത്യയുടെയും കൊടികൾ വീശുന്നവരും. ഇന്ത്യയിലടക്കം നേതാക്കളും മാധ്യമങ്ങളും ഈ കലാപത്തെ അപലപിച്ചു. പക്ഷേ അമേരിക്കയുടെ നാണക്കേട് ചൂണ്ടിക്കാട്ടുന്ന നമ്മുടെ ഒരു വിരലിന് പകരം വേറെ 3 ചൂണ്ടുന്നത് നമ്മുടെ തന്നെ നേർക്കല്ലേ? ടൈം വാരികയിൽ ദേബശിഷ് ചൌധരി എഴുതുന്നു, അമേരിക്കയെ ഇതിന്റെ പേരിൽ കളിയാക്കാൻ വരട്ടെ, മറ്റ് ജനാധിപത്യ രാജ്യങ്ങളിൽ നടക്കുന്നത് അത്ര മെച്ചമല്ലല്ലോ എന്ന്. ലേഖകൻ ഇന്ത്യയുമായി ചില താരതമ്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടത്തെ ചാനൽ ചർച്ചക്കാർ പറയുന്നല്ലോ അമേരിക്കയുമായി തട്ടിച്ചാൽ ഇന്ത്യൻ ജനാധിപത്യം മാതൃകയാണെന്ന്. പോരാത്തതിന് പ്രധാനമന്ത്രി മോദി ട്വീറ്റ് ചെയ്തു, ക്യാപിറ്റലിലെ സംഭവങ്ങൾ ദുഃഖകരം എന്ന്. എന്നിട്ട് ഇങ്ങനെ ഒരു വാചകവും, നിയമവിരുദ്ധ പ്രതിഷേധങ്ങൾ ജനാധിപത്യ പ്രക്രിയയെ തകർക്കാൻ അനുവദിക്കരുത് എന്ന്. കർഷക പ്രക്ഷോഭമാകണം ഉദ്ദേശിച്ചത്. ലേഖകൻ പറയുന്നു, മോദി ഇപ്പറഞ്ഞതിന് ലക്ഷ്യം പലതുണ്ട്. സ്വന്തം ചങ്ങാതിയായിരുന്ന ട്രംപുമായി അകലം പാലിക്കുക എന്നത് ഒന്ന്, കർഷക പ്രക്ഷോഭത്തെ US-ലെ അരാജകത്വത്തോട് തുലനം ചെയ്യുക എന്നത് മറ്റൊന്ന്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവസ്ഥ കാണിക്കാൻ കഴിഞ്ഞയാഴ്ച ഇറങ്ങിയ ഒരു പഠന റിപ്പോർട്ട് ടൈം ലേഖകൻ പരാമർശിക്കുന്നു. സ്വീഡനിലെ വീഡം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഗവേഷണം നടത്തിയത്. ലോകത്ത് ഇന്ന് അതിവേഗം ഏകാധിപത്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന
10 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പഠനം കാണിക്കുന്നു. ജനാധിപത്യം തന്നെ ഇല്ലാതാകുന്നതിന്റെ വക്കിലാണ് ഇന്ത്യ എന്ന്. ഇതാണ് ആ റിപ്പോർട്ട്. ലോകരാജ്യങ്ങളിൽ ഏകാധിപത്യങ്ങൾ പടരുന്നു, ചെറുത്തുനിൽപ്പും വളരുന്നുണ്ട്. ഇന്ത്യയുടെ പതനം വിദേശ മാധ്യമങ്ങൾ മുൻകൂട്ടി കണ്ടിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ടൈം വാരികയിലെ ഒരു ലേഖനം ഇതായിരുന്നു: ഇനിയും ഒരു 5 വർഷത്തെ മോദി ഭരണം ഇന്ത്യൻ ജനാധിപത്യത്തിന് താങ്ങാനാകുമോ എന്ന് തലക്കെട്ട്. ട്രംപ് നിയമനിർമ്മാണ സഭ പിടിച്ചെടുക്കാൻ നോക്കി, പക്ഷേ മോദിക്ക് അതിന്റെ ആവശ്യമില്ല. വിരട്ടിയും പ്രലോഭിപ്പിച്ചും നിയമസാമാജികരെ പിടിയിലാക്കാൻ കഴിയുന്നുണ്ട്. യുഎസിൽ ട്രംപിന്റെ സ്വന്തം വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നെറികേടിന് കൂട്ടുനിൽക്കാൻ വിസമ്മതിച്ചു. ഇന്ത്യയിലോ നിയമം എതിരായാലും മോദിയോട് പറ്റില്ലെന്ന് പറയാൻ ആർക്കുണ്ട് ധൈര്യം? പിന്നെ തോറ്റു എന്ന് ഉറപ്പായപ്പോൾ ട്രംപ് പുറത്തെടുത്ത അടവ് അറിയില്ലേ? ജോർജിയ സംസ്ഥാനത്തെ ഉന്നതോദ്യോഗസ്ഥനെ വിളിച്ച് ട്രംപ് ആവശ്യപ്പെട്ടു കമ്മി വന്ന വോട്ടുകൾ സംഘടിപ്പിച്ച് തന്നെ വിജയിപ്പിക്കണം എന്ന്. 11,780 votes, which is one more than we have, because we won the state, and flipping the state is a great testament to our country. Because, you know, and there's just it's a testament that they can admit to a mistake, or whatever you want to call it, if it was a mistake. I don't know. Mr. President, you have people that submit information, and we have our people that submit information, and then it comes before the court, and the court then has to make a determination. We have to stand by our numbers. We believe our numbers are right. Why do you say that, though? Mr. President, the problem you have with social media, people can say anything. No, this isn't social media. This is Trump media. ട്രംപ് ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കാരനായ ഉദ്യോഗസ്ഥൻ ട്രംപിനെ ധിക്കരിക്കുകയാണ് ചെയ്തത്. ടൈം ലേഖനം ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെ: ഇന്ത്യയിലാണ് മോദി ഇത്തരം ആവശ്യം ഉന്നയിച്ചതെങ്കിൽ ഉദ്യോഗസ്ഥൻ വഴങ്ങുമെന്ന് ഉറപ്പ്. എന്തിന്? മോദി വിളിച്ച് പറയേണ്ടതായി പോലും വരില്ല. അമിത്ഷാ അത് കണ്ടറിഞ്ഞ് ചെയ്യിച്ചിരിക്കും. അല്ലെങ്കിൽ തന്നെ എന്തിന് വോട്ടിൽ കൃത്രിമം കാട്ടണം? തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് കക്ഷിക്കാരെ പാട്ടിലാക്കി കാലുമാറ്റിച്ച് സർക്കാരുകളെ അട്ടിമറിക്കലാണല്ലോ പതിവ് തന്ത്രം. എല്ലാ സംവിധാനങ്ങളും ഒരു വ്യക്തിയുടെ വരുതിയിലാകുന്നു. റിസർവ് ബാങ്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബ്യൂറോക്രസിയും അന്വേഷണ ഏജൻസികളുമെല്ലാം വിധേയരാകുന്നു. ജുഡീഷ്യറി പോലും വഴങ്ങുന്നു. ട്രംപിന് ഇത്ര സ്വാധീനമില്ല. അവിടെ ഭരണ സംവിധാനങ്ങൾ ശക്തമാണ്. സ്വന്തം പാർട്ടിക്കാർ പോലും നിയമത്തിനെതിരെ ഒപ്പം നിൽക്കുമെന്ന് ഉറപ്പില്ല. യുഎസ് ജുഡീഷ്യറി വളഞ്ഞു കൊടുത്തില്ല. അപ്പീൽ കോടതികളിലും സുപ്രീം കോടതിയിലുമായി 55 പേർ ട്രംപ് നിയമിച്ചവരാണ്. എന്നിട്ടും 60-ൽ പരം തെരഞ്ഞെടുപ്പ് കേസിൽ അദ്ദേഹത്തിന് അനുകൂലമായി വിധി വന്നത് 1 മാത്രം. ഇന്ത്യയിൽ പ്രധാനമന്ത്രിയല്ല ജഡ്ജിമാരെ നിയമിക്കുന്നത്. എന്നിട്ടും ഉന്നത ജുഡീഷ്യറി പലപ്പോഴും മോദിക്ക് അനുകൂലമായി നിൽക്കുന്നു. ഒരു കാലത്ത് ജുഡീഷ്യൽ ആക്ടിവിസം നടപ്പാക്കിയ സുപ്രീം കോടതി ഇന്ന് അന്യായ തടങ്കലിന്റെ കാര്യത്തിൽ പോലും പിന്തിരിഞ്ഞ് നിൽക്കുന്നു. യുഎസിലെ മാധ്യമങ്ങൾ അധികാരികൾക്ക് വഴങ്ങാത്തവരാണ്. കോവിഡ് കൈകാര്യം ചെയ്ത രീതിയെ ചൊല്ലി ട്രംപിന് മൂർച്ചയുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു. Started to go up again. Well, right here, the United States is lowest in numerous categories. We're lower than the world. Lower than the world? Lower than Europe. In what? In what? Take a look. Right here. Here's case death. Oh, you're doing death as a proportion of cases. I'm talking about death as a proportion of population. That's where the US is really bad. Much worse than South Korea, Germany, etc. You can't do that. You have Why to go, can't I do that? You have to go by where. Look, here is the United States. You have to go by the cases. The cases. Why not as a proportion of population? When we have somebody, what it says is when you have somebody that has it, where there's a case. Oh, okay. The people that live from those cases. It's surely a relevant statistic to say if the US has X population and X percentage of death of that population. ഇത്തരം ചോദ്യശരങ്ങൾ എത്ര? എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ മോദി പ്രധാനമന്ത്രിയായ ശേഷം ഒരിക്കൽ പോലും അദ്ദേഹം പത്രസമ്മേളനം നടത്തിയില്ല. അമേരിക്കയിലെ ക്യാപിറ്റൽ കലാപത്തെപ്പറ്റി അറിഞ്ഞ ഉടനെ എഴുത്തുകാരി വീണ വേണുഗോപാൽ പറഞ്ഞത് അമേരിക്ക ഇതാ ഉത്തർപ്രദേശിലായിരിക്കുന്നു എന്നാണ്. പക്ഷേ അമേരിക്കയെ വിമർശിക്കുന്ന സ്വാതന്ത്ര്യത്തോടെ ഇന്ത്യൻ ഭരണാധികാരികളെ വിമർശിക്കാൻ ഇവിടെ കഴിയുമോ? രാഷ്ട്രീയത്തിൽ വർഗീയതയും വെള്ളവംശീയതയും ഇടപെട്ടതാണ് ക്യാപിറ്റൽ സംഭവത്തിന് കാരണമെന്ന് US പത്രങ്ങളടക്കം ഇപ്പോൾ പറയുന്നു. വർണ്ണവെറിയന്മാർ വൃത്തികേടാക്കിയത് കഴുകാൻ
കറുത്തവർ വേണ്ടി വന്നു എന്ന് CNN ചൂണ്ടിക്കാട്ടുന്നു. ട്രംപിനെ നീക്കം ചെയ്യണമെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ്. സമൂഹ മാധ്യമങ്ങൾ ട്രംപിനെ ബഹിഷ്കരിക്കുന്നു. ക്യാപിറ്റൽ തെമ്മാടിത്തവുമായി കർഷകരുടെ സമാധാനപരമായ പ്രക്ഷോഭത്തെ വ്യംഗ്യമായി തുലനം ചെയ്തു നരേന്ദ്രമോദി. അതേസമയം അമേരിക്ക 2 പ്രതിഷേധങ്ങളോട് സ്വീകരിച്ച വിരുദ്ധ സമീപനത്തെ അവിടുത്തെ മാധ്യമങ്ങൾ വിമർശിക്കുന്നു. Anytime black people gather, we are met with tear gas, rubber bullets. We are beaten with batons, told to move back. ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രക്ഷോഭക്കാർ അക്രമരഹിതമായി പ്രതിഷേധിച്ചപ്പോൾ പോലീസുകാരുടെ വൻ സംഘം അതിനെ നേരിട്ടു. ക്യാപിറ്റലിൽ വെളുത്ത ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടം നേരിടാൻ ചെറിയ പോലീസ് സംഘം മാത്രം. ഇത് ഇരട്ടത്താപ്പാണെന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ തുറന്നു പറയുന്നു. ക്യാപിറ്റൽ ഹിൽ കലാപം നേരിടാൻ കുറച്ച് പോലീസുകാർ മാത്രം. എന്നാൽ ജോർജ് ഫ്ലോയ്ഡ് എന്ന കറുത്തവനെ വെള്ള പോലീസുകാരൻ കൊന്നതിനോടുള്ള പ്രതിഷേധം നേരിടാൻ മിലിറ്ററി പോലീസിന്റെ വൻ നിര. അന്തരം പ്രകടമാണ്. ഇപ്പോൾ ഇത് തുറന്നു പറയുന്ന US മാധ്യമങ്ങൾ ഇതുവരെ അക്രമികൾക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു എന്ന് അവർ തന്നെ സമ്മതിച്ചു തുടങ്ങി. ജനാധിപത്യ പ്രതിഷേധങ്ങളെ പൊതുശല്യമായി അവതരിപ്പിച്ച മാധ്യമങ്ങൾ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾക്ക് തുണയായെന്ന് ഒരു പഠനം കാണിക്കുന്നു. ഇപ്പോൾ പോലും ക്യാപിറ്റൽ സംഭവത്തെ ഭീകരത എന്ന് വിളിച്ചത് CNN മാത്രം. കുഴപ്പക്കാർ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലോ? ഏതായാലും അവർ മനസ്സിലാക്കി തുടങ്ങുന്നു. ചിലർ കുറ്റം ഏറ്റുപറയുന്നു. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയതിൽ മാധ്യമങ്ങൾക്കും പങ്കുണ്ട്. മാധ്യമപ്രവർത്തകൻ മെഹദി ഹസൻ അത് വിശദമാക്കി. മാധ്യമങ്ങൾ നുണകളെ, വംശീയതയെ, ഫാഷിസത്തെ, ഭീകരതയെ മാന്യമായ വാക്കുകൾ കൊണ്ട് ഇത്രയും കാലം മറച്ചുപിടിച്ചു. Because what happened last week didn't come out of the blue. It wasn't without warning or precedent. It was clear from day one that a Trump presidency would be authoritarian, bigoted, serially dishonest, outside the bounds of any previous modern presidency. It was clear that we shouldn't normalize him. But we did. Year after year, we allowed him and his stooges to flood the zone with nonsense. We asked him softballs. We kept hitting the reset button. Oh, it's a new day for Trump. It's a new tone. He's a new man. This is the day he became president. മെക്സിക്കോക്കാരെ ചീത്ത പറഞ്ഞ് ട്രംപ് ഭരണം തുടങ്ങിയപ്പോഴേ കാര്യം വ്യക്തമായിരുന്നു. And yet, until very recently, media organizations bent over backwards to avoid saying the R word. Instead, we heard racially charged, racially tinged, racially divisive, racially insensitive. Why couldn't they have just said racist? എന്നിട്ടും വംശീയവാദി എന്ന വാക്ക് ഒഴിവാക്കി. ഫാഷിസ്റ്റ് എന്ന് വിളിക്കേണ്ടപ്പോഴും അറച്ചു നിന്നു. How can you say fascism? People said to me when I called Trump a fascist on primetime cable just 6 months ago. Well, now after a fascist mob overran the seat of our government, now everyone's saying it, including people who worked for the president. അധികാരത്തിലുണ്ടെന്ന് വെച്ച് ഫാഷിസ്റ്റിനെ അങ്ങനെ വിളിക്കാതിരുന്നുകൂടാ. Donald Trump and his mob succeeded in getting this far because we, the media, failed. We failed you. Too many journalists and news organizations opted for it's both sides. It's a new tone. It's just rhetoric. It's just a few fringe crazies for far too long. ചാനൽ റേറ്റിംഗ് കൂട്ടുമെന്ന് കണ്ട് ഇത്തരക്കാരെ സ്വാഗതം ചെയ്തവർ മീഡിയ രംഗത്തുണ്ട്. CBS ന്യൂസ് മുതലാളി മുൻപേ പറഞ്ഞു വെച്ചു, ട്രംപിന്റെ വരവ് രാജ്യത്തിന് നന്നല്ലെങ്കിലും ഞങ്ങളുടെ ചാനലിന് നേട്ടമാണെന്ന്. ഈ സമീപനമാണ് ക്യാപിറ്റൽ ഭീകരത വരെ എത്തിച്ചത്. To power, or will we echo the utterly and infamously cynical view expressed by then CBS News chairman Les Moonves when asked in 2016 about the Trump phenomenon? It may not be good for America, he said, but it's damn good for CBS. That way lies the end of democracy. ഇന്ത്യയിലോ നുണപ്രചാരണം, ആൾക്കൂട്ടവാഴ്ച, അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന നേതാക്കൾ, മാധ്യമ വിധേയത്വം എല്ലാം ഇവിടെയുമില്ലേ കൂടുതൽ അളവിൽ? എന്നിട്ടും കുറെ വടക്കൻ ചാനലുകൾക്ക് പരാതി ട്രംപിന്റെ കുറ്റത്തിന് മോദിയെ ആൾക്കാർ കുറ്റപ്പെടുത്തുന്നു എന്ന്. ഇവിടെയും നുണപ്രചാരണങ്ങളുണ്ട്, ആൾക്കൂട്ട അക്രമങ്ങളുണ്ട്. അക്രമികളും ആഹ്വാനം ചെയ്തവരും മാധ്യമലാളന അനുഭവിക്കുന്നുണ്ട്. അധികാരത്തോട് നേര് പറയാൻ ഭയമുണ്ട്. അമേരിക്ക പക്ഷേ അതിജയിക്കുകയാണ്.